സബ്ജക്ട്സിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ക്യാരി ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഒരു മാസം മാത്രമാണ് നമ്മളുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കുറച്ച് ബേസിക് ഉണ്ട്, പക്ഷേ നീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത 12th ഗ്രേഡ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ഓവറോൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ബയോളജിയുടെ കേസിൽ ഹ്യൂമൻ ഫിസിയോളജി ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പ്ലാന്റ് ഫിസിയോളജി ഇമ്പോർട്ടന്റ് ആണ്. ജെനറ്റിക്സിൽ വരുന്ന 3 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. സെൽ യൂണിറ്റ്, സെല്ലിന്റെ 2 ചാപ്റ്റർ, അതേപോലെ ബയോമോളിക്യൂൾസും അതിനൊപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പഠിക്കണം. നിങ്ങളുടെ കോൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യണം. റീപ്രൊഡക്ഷൻ യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. മൈക്രോബ്സ് എന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഡോക്ടേഴ്സ് ആകാൻ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് ആൻഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബയോടെക്നോളജി യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സും. ആൻഡ് കമ്മിങ് ടു കെമിസ്ട്രി, chemical bonding, equilibrium, kinetics, solutions, periodic table, D and F block, mole chemistry, അതേപോലെ coordination compounds, thermodynamics, redox chemistry, GOC, hydrocarbon, aldehydes, ketones, haloalkanes, haloarenes ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ഫിസിക്സിലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, atom and nuclei, semiconductors, ray optics, wave optics, units and measurements, kinematics, laws of motion, and അടുത്തത് gravitation, moving charges, AC, EMI, EMW, current, electricity എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് ചാപ്റ്റേഴ്സ് ആണ്. സോ നിങ്ങൾ വെയിറ്റേജ് നോക്കി ഹൈ സ്കോറിംഗ് ഏരിയാസ് മനസ്സിലാക്കി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നോക്കി വേണം ഇനിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് PYQസും മോക്ക് ടെസ്റ്റുകളും അതിൻ്റെ അനാലിസിസും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് PYQ മോക്ക് ടെസ്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച ഉടനെ പോയി PYQസും മോക്ക് ടെസ്റ്റും ചെയ്യാൻ നിൽക്കരുത്. എങ്ങനെയാണ് ഇത് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നത് പ്രോപ്പർ ആയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോ ഒന്നും ഇതുവരെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്ത ആളുകളായിരിക്കും. നിങ്ങൾ ഓടിപ്പോയിട്ട് PYQs ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ഓടിപ്പോയിട്ട് PYQs ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഓടിപ്പോയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു സ്പെസിഫിക് ചാപ്റ്റർ എടുത്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എടുത്ത് ആ ചാപ്റ്റർ പഠിക്കുക. നീറ്റ് എക്സാം എന്നല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മൾ പ്രോപ്പർ ആയിട്ട് തിയറി പഠിക്കാണ്ട് ക്വസ്റ്റ്യൻസ് പോയി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ ബോർഡ് എക്സാംസിന് നമുക്ക് PYQs ഒക്കെ വെച്ച് ഒരു മിനിമം സ്കോർ നമുക്ക് കരസ്ഥമാക്കാം. പക്ഷെ നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാതെ PYQs ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഈ PYQs ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ മനസ്സിലാകുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നില്ല. കാരണം നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുക. നമുക്ക് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന PYQs കുറവാണ്, പക്ഷെ ആ മോഡലില് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തിയറി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ പാർട്ടിൽ നിന്നുള്ള PYQs പഠിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് PYQs പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നു, ആ ചാപ്റ്റർ പഠിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് ആ ചാപ്റ്ററിന്റെ PYQs അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ആൻഡ് PYQs അറ്റൻഡ് ചെയ്യുമ്പോൾ വെറുതെ ഇരുന്ന് PYQ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിന്റെ ആൻസർ നോക്കുന്നു, ആ തെറ്റ് ശരി, അങ്ങനെ ചെയ്യുവല്ല വേണ്ടത്. നമ്മളൊരു certain ലിസ്റ്റ് ഓഫ് PYQs എടുക്കുക. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 or 20 PYQs നിങ്ങൾ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എവിടെയും നോക്കാണ്ട് ഒരു എക്സാം എന്ന പോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ PYQs അറ്റൻഡ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈവൻ മോക്ക് ടെസ്റ്റുകൾ ആണെങ്കിൽ പോലും അതിലുള്ള ക്വസ്റ്റ്യൻസ് സെയിം രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്യണം. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരിയായത്, ഏതൊക്കെയാണ് തെറ്റായത്. ഔട്ട് ഓഫ് ഒരു ടോട്ടൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്സ് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു കൊടുത്തോളൂ. ഏതൊക്കെ ഏരിയാസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തെറ്റുന്നത്, അനാലിസിസ് പാർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. അത് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ വീക്ക് ഏരിയ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ പോയി വീണ്ടും പഠിച്ച ഭാഗം ക്ലിയർ ആക്കുകയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇങ്ങനെ PYQs ചെയ്യുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ മനസ്സിലാകും. ക്ലിയർ? അതായത് നമ്മൾ ആക്ച്വലി ആദ്യം PYQs എല്ലാം നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പഠിക്കുകയല്ല ആക്ച്വലി ചെയ്യേണ്ടത്.
പഠിക്കുക, മൊത്തമായിട്ട് ഓവറോൾ പഠിക്കുക, പഠിച്ചതിന് ശേഷം PYQs അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വീക്ക് ആൻഡ് സ്ട്രോങ് ഏരിയ മനസ്സിലാക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഇനി നമ്മൾ വീണ്ടും പോയി പഠിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ടാകാം, സയന്റിസ്റ്റുകളുടെയും ഇയേഴ്സിന്റെ ഒക്കെ പേര് എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി നമ്മൾ റിവൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ, ആദ്യം തൊട്ട് അവസാനം വരെ എന്നും ഇരുന്ന് പോയി പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ടൈം മാനേജ്മെന്റ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാ ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്ത് വരുന്ന ഒരു എക്സാം ആണ് നമ്മുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. എങ്ങനെ ടൈം മാനേജ് ചെയ്യാം? നമ്മുടെ നീറ്റ് എക്സാം എത്ര ഡ്യൂറേഷനിലാണോ നടക്കുന്നത്, എത്ര ബയോളജി ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിൽ എത്ര ബോട്ടണി ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര സുവോളജി ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു നീറ്റ് എക്സാമിന്റെ സെയിം രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ ആ സെയിം ഡ്യൂറേഷനിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് അതിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഷഫിൾ ചെയ്ത് എക്സാം പോലെ തന്നെ കിടക്കട്ടെ. അങ്ങനെയാണെങ്കിലാണ് ഒരു ചാപ്റ്ററിന് പിന്നെ വേറെ ഏതെങ്കിലും ചാപ്റ്ററിന് ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മുടെ ബ്രെയിന് അതിനനുസരിച്ച് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് ടൈം മാനേജ്മെന്റ് പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ എക്സാം ടൈം എന്ന് വെച്ചാൽ എക്സാം ഏത് സമയത്താണോ നടക്കുന്നത് ആ സമയങ്ങളിൽ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ആ രീതിയിൽ നമ്മളുടെ മനസ്സിനെയും എല്ലാം ഒന്ന് സജ്ജമാക്കുക, എക്സാമിന് വേണ്ടിയിട്ട് സജ്ജമാക്കുക. സോ ഇതിലൂടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആക്കാം. ഓക്കെ, അടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. നെക്സ്റ്റ് സ്ട്രാറ്റജി, റിവൈസ് NCERT, ഹൈലൈറ്റ് ചെയ്യുക, സയന്റിസ്റ്റ്, ഇയേഴ്സ്, ഡയഗ്രാംസ്, അബ്രിവിയേഷൻസ്. ഒരു മാസം മാത്രം ബാക്കിയുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, ഈ ഒരു മാസത്തിൽ ആദ്യത്തെ 2 വീക്സ് ഞാൻ പഠിക്കും, എന്നിട്ട് നെക്സ്റ്റ് 2 വീക്സ് ഞാൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. ഈ രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത്. ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻ തെറ്റാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഓരോ ചാപ്റ്ററും പഠിക്കുന്ന സമയത്ത് തന്നെ ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുക നിങ്ങളുടെ ബുക്കിൽ. നിങ്ങൾ വേണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി ചെയ്ത ഷോർട്ട് നോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുക. ആൻഡ് അബ്രിവിയേഷൻസ്, ഇയേഴ്സ്, ഡയഗ്രാംസ് എല്ലാം വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ച്വലി നമ്മളുടെ ചാനലിൽ, നമ്മളുടെ ഇൻസ്റ്റഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ബയോളജിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും സയന്റിസ്റ്റ്, ഇയേഴ്സ്, ഡയഗ്രാംസ്, അബ്രിവിയേഷൻസ് എല്ലാം ഒരു PDF ഫോമിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ആ ചാപ്റ്റർ ഫുൾ എടുത്ത് പഠിക്കുക എന്നുള്ളതല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡെഫിനറ്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് പ്രോപ്പർ ടൈം ഇന്റർവെല്ലിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് പ്രോപ്പർ റിവിഷന്റെ മീനിങ് ഫോർ ദിസ് കോമ്പറ്റേറ്റീവ് എക്സാം ഇൻ ദിസ് പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടൈം ടേബിൾ ആൻഡ് കൺസിസ്റ്റന്റ് റുട്ടീൻ. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ മുൻപിൽ ഇനി എത്ര ദിവസമാണോ ബാക്കിയുള്ളത് ആ ബാക്കി ദിവസത്തേക്ക് നിങ്ങൾ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക. ആ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വീക്സ് പഠിത്തം, 2 വീക്സ് റിവിഷൻ, ബാക്കി മോക്ക് ടെസ്റ്റ്, ആ രീതിയിലല്ല. നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രോപ്പർ സമയം പഠിക്കാൻ വേണ്ടിയിട്ട്, തിയറി പഠിക്കാൻ വേണ്ടിയിട്ട്, അതിനുശേഷം ഇത്ര സമയം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്ര സമയം PYQs അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്ര സമയം PYQs അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ രീതിയിൽ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, എന്ന് വെച്ചാൽ ഒരാഴ്ച കുറെ കാര്യങ്ങൾ പഠിച്ചു, അടുത്ത ആഴ്ച ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ സമയം കഴിയും തോറും, എന്ന് വെച്ചാൽ ഡേയ്സ് പാസ് ചെയ്യും തോറും നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ പഴയ കാര്യങ്ങൾ മറന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിച്ച ഒരു കാര്യം നെക്സ്റ്റ് ടൈം റിവൈസ് ചെയ്യണം, ഉടനെ പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ റിവൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം മതി റിവൈസ് ചെയ്യാൻ. അത് വീണ്ടും രണ്ടാമത് വീണ്ടും റിവൈസ് ചെയ്യാൻ അതിലും കുറച്ച് സമയം മതി. അങ്ങനെ ഡെയിലി ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ആക്ച്വലി നമുക്ക് 10-5 മിനിറ്റ്സിലേക്ക് ഓരോ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് പഠിച്ച ഒരു ചാപ്റ്റർ ഇനി 10 ദിവസം കഴിഞ്ഞാൽ റിവൈസ് ചെയ്യുന്നെങ്കിൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല, ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരും. സോ പ്രോപ്പർ ആയിട്ടുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക. ആ ടൈം ടേബിൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം ടേബിൾ നിങ്ങളുടേതായ ടൈം കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾ അതിൽ കൺസിസ്റ്റൻസി പാലിക്കണം മക്കളെ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റേറ്റീവ് എക്സാമാണ്, ടഫ് എക്സാമാണ്. അതിനെന്തൊക്കെയോ വലിയ സ്ട്രാറ്റജി ഉണ്ട്, ഒന്നുമല്ല. നിങ്ങളുടെ
ഈ +1 +2 കാര്യങ്ങൾ തന്നെയാണ് നീറ്റ് എക്സാം എഴുതുന്നത് എല്ലാവരും പഠിക്കുന്നത്. റിപ്പീറ്റേഴ്സ് ഒക്കെ ആക്ച്വലി ഒരു വർഷം കംപ്ലീറ്റ് ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇത് തന്നെയാണ് പഠിക്കുന്നത്. ബട്ട് വാട്ട് മേക്സ് ദ ഡിഫറൻസ്? എത്ര പേര് എത്രമാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യുന്നു? ആ കൺസിസ്റ്റൻസിയിൽ വരുന്ന മാറ്റം അനുസരിച്ചാണ്. ഇത്ര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പലപ്പോഴും ഫുൾ മാർക്സ് ഒക്കെ +2 വാങ്ങിയ കുട്ടികളൊക്കെയാണ്. പക്ഷേ അതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, തിയറി പഠിക്കുന്നത്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റ്, ടൈം മാനേജ്മെന്റ്, റിവിഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അത് റിവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും മാനറൊക്കെ എങ്ങനെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തോളാം. ഓർക്കുക, കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. ഏത് എക്സാമിന്റെയും എന്ത് കാര്യത്തിന്റെയും സക്സസ്, കീ ടു സക്സസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ്. ആൻഡ് ഫൈനലി കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ. നിങ്ങൾ പല എക്സാമും എഴുതിയ സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറവ് മാർക്ക് ഉണ്ടാകാം, ചിലപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടും, നിങ്ങളുടെ ഫ്രണ്ട്സിന് നല്ല മാർക്ക്, നിങ്ങൾക്ക് കുറവ് മാർക്ക് ഒക്കെ ഉണ്ടാകും. ഒന്നിലും തളരരുത്. എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. റിസൾട്ടിനെ കുറിച്ച് ബോദർ ചെയ്യരുത്. റിസൾട്ട് നമ്മളുടെ ഫൈനൽ എക്സാമിനാണ് വരേണ്ടത്. അതിനെക്കുറിച്ച് ഇപ്പൊ വറി ചെയ്യരുത്. റിസൾട്ട് വറി ചെയ്ത് പ്രിപ്പയർ ചെയ്യരുത്. നമ്മൾ നമ്മളുടെ മാക്സിമം കൊടുക്കുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളുടെ മാക്സിമം കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മളുടെ മാക്സിമം എഫേർട്ടും എല്ലാം നമ്മൾ അതിൽ ഇട്ടുകൊടുത്തോളൂ. അത്ര മാത്രമേ ഉള്ളൂ. മോട്ടിവേഷന് വേണ്ടി എപ്പോഴും എവിടെയും പോയി നടക്കരുത്. എപ്പോഴും എല്ലായിടത്തു നിന്ന് മോട്ടിവേഷൻ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. റിയൽ മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. കാരണം നമുക്കറിയാം എന്താണ് നമ്മളുടെ ഗോള്, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ മൈൻഡ് എങ്ങനെയൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ തന്നെ തിരിച്ചറിയുക, അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക. ദ റിയൽ മോട്ടിവേഷൻ ഷുഡ് കംസ് ഫ്രം യു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ വരണം. സോ അടിപൊളിയായിട്ട് നമ്മളുടെ പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് പോകണം. നിങ്ങളുടെ പ്രിപ്പറേഷനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടുമായിട്ട് നമ്മളുടെ ഫുൾ ടീം ഓൾവേസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമുക്ക് 2026 നീറ്റ് എക്സാം ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം.